അനന്തകാലത്തിനു മുമ്പ് സർവശക്തനായ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അഗ്നിയെയും വെളിച്ചത്തെയും സൃഷ്ടിച്ച ദൈവം അവനോടൊപ്പം സേവിക്കാനുള്ള ദൂതന്മാരെയും സൃഷ്ടിച്ചു. മിക്കായേൽ, ഗബ്രിയേൽ എന്നിവർക്കൊപ്പം ഏറ്റവും മനോഹരവും ശക്തിയേറിയതുമായ ഒരു ദൂതനെ ദൈവം സൃഷ്ടിച്ചു, ലൂസിഫർ. ലൂസിഫർ ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടിയായിരുന്നു. അവന്റെ മഹത്വം അതിരില്ലാത്തതായിരുന്നു. പക്ഷേ അതേ മഹത്വം തന്നെയാണ് അവനെ അഹങ്കാരത്തിന്റെ അടിമയാക്കിയത്. ഞാൻ ദൈവത്തെപ്പോലെയാകണം. ഈ ചിന്ത അവനെ ഒരു വലിയ വിപത്തിലേക്ക് നയിച്ചു. അവൻ ആകാശത്തിലെ ദൂതന്മാരിൽ മൂന്നിലൊന്നിനെ അവനോടൊപ്പം കൂട്ടിച്ചേർത്തു. ലൂസിഫറും അവന്റെ അനുയായികളും സ്വർഗത്തിൽ ദൈവത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. സ്വർഗത്തിൽ വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഒരു വശത്ത് ദൈവത്തോട് വിശ്വസ്തരായ ദൂതന്മാരും അവരുടെ നായകനായ മിക്കായേലും, മറുവശത്ത് ലൂസിഫറും അവന്റെ അനുയായികളും. യുദ്ധം അത്യന്തം ഭീകരമായിരുന്നു. വെടിയില്ല, തോക്കില്ല, എന്നാൽ ദൈവിക ശക്തിയുടെ മഹാസംരക്ഷണവും അതിശക്തമായ ഉഗ്രതയും. ദൈവത്തിന് അർപ്പിച്ച വിശ്വസ്തയോടെ മിക്കായേൽ തന്റെ സൈന്യത്തോടൊപ്പം അകത്തു കടന്നപ്പോൾ ലൂസിഫറിന്റെ സൈന്യം തകർന്നു പോകുകയായിരുന്നു. ഒരിക്കലും തോൽക്കില്ലെന്ന തോന്നലിൽ ജീവിച്ചിരുന്ന ലൂസിഫർ ആ ദിവസമാണ് തിരിച്ചറിഞ്ഞത്. ദൈവത്തോടുള്ള വിപ്ലവം വിജയിക്കില്ല. അവസാനമായി അവൻ കുഴഞ്ഞു വീണു. വിജയിച്ച മിക്കായേൽ ദൈവത്തിന്റെ വിധിയനുസരിച്ച് ലൂസിഫറെയും അവന്റെ അനുയായികളെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അവർ നരകത്തിലേക്ക് തള്ളപ്പെടുകയായിരുന്നു. പക്ഷേ ലൂസിഫറിന്റെ വീഴ്ച അവന്റെ ആസൂത്രണം അവസാനിപ്പിച്ചില്ല. ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടിയായ മനുഷ്യനെ നശിപ്പിക്കാനായി അവൻ ഒരു ഗൂഢാലോചന തയ്യാറാക്കി. അതിന്റെ ഭാഗമായിട്ടാണ് എദേനിലെ തോട്ടത്തിൽ ഒരു പാമ്പിന്റെ രൂപത്തിൽ അവൻ എവയെയും ആദാമിനെയും പ്രലോഭിപ്പിച്ചത്. അവൻ അവർക്ക് ദൈവത്തിന്റെ ആജ്ഞ ലംഘിക്കാൻ നിർബന്ധിച്ചു. ഇതാണ് മനുഷ്യന്റെ ആദ്യ പാപം, അത്യന്തം വേദനാജനകമായ ഒരു വീഴ്ച. ആദാമിനെയും എവയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. മനുഷ്യർക്ക് ദൈവവുമായി നേരിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. എന്നാൽ ലൂസിഫറിന്റെ ദുഷ്ടത ഇതോടെ അവസാനിച്ചില്ല. കാലം കഴിയുമ്പോഴും മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ സാത്താൻ അതിജീവിച്ചു. അവൻ ഇന്നു പോലും തന്റെ ദുഷ്ടപദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ യുദ്ധം മനുഷ്യൻ അറിഞ്ഞിട്ടുമില്ലാത്തതായ ലൂസിഫറിന്റെ കഥ അനാശ്വാസത്തിന്റെ കഥയല്ല, മറിച്ച് അഹങ്കാരത്തിന്റെ ഭയാനകമായ പ്രതിഫലനമാണ്. ദൈവത്തോട് വിപ്ലവം ചെയ്തവരിൽ ഒരാൾ പോലും വിജയിച്ചിട്ടില്ല. എന്നാൽ സാത്താൻ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ അവൻ ശ്രമിക്കുന്നു. അതിനാൽ ജാഗ്രതയോടെ നമുക്ക് നന്നായി ജീവിക്കണം. സത്യം തിരിച്ചറിയണം, പ്രകാശത്തെ സ്വീകരിക്കണം. ലൂസിഫറിന്റെ വീഴ്ച നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന പാഠം ഉണ്ട്. അഹങ്കാരം ഒരിക്കലും വിജയിക്കില്ല. നമ്മൾ എത്ര ഉയർന്നാലും അതിന്റെ അടിസ്ഥാനം അഹങ്കാരമാകുമ്പോൾ ആ ഉയരത്തിൽ നിന്നുള്ള വീഴ്ച അത്യന്തം വേദനാജനകമായിരിക്കും. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ വിജയങ്ങളും ഒരു അനുഗ്രഹമാണെന്ന് തിരിച്ചറിയണം. മറ്റുള്ളവരെ കണക്കിലെടുക്കാതെ സ്വന്തം ശേഷിയെ മാത്രം നോക്കി അഹങ്കാരമുള്ള ഒരു വ്യക്തിയായാൽ ആ വിജയങ്ങൾ ഒരിക്കലും നിലനിൽക്കുകയും പകരം വിനയം, പ്രചോദനം, കരുതലുകൾ എന്നിവയുമായി മുന്നോട്ടു പോകണം. യഥാർത്ഥ വിജയം ശാശ്വതമാണ്. അതിന് അടിസ്ഥാനം നന്മയും സത്യവും ആയിരിക്കണം. ലൂസിഫറിന്റെ കഥ നിങ്ങൾക്ക് എന്ത് തോന്നിച്ചു? മനുഷ്യൻ ഇതിൽ നിന്ന് എന്ത് പാഠം പഠിക്കണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ എഴുതൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. കൂടാതെ ഇത്തരം അത്യന്തം റിയലിസ്റ്റിക് ആനിമേഷൻ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.